നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ വിപത്താണ് ലഹരി ഉപയോഗം എന്ന മരണക്കെണി. നമ്മൾ എത്ര തന്നെ അവയർനെസ് കൊടുത്താലും ചില ചതിക്കുഴിയിൽ വീഴാറുണ്ട്. അങ്ങനെയുള്ള ഒരു 10ാം ക്ലാസ്സുകാരിയായ ചിന്നുവിന്റെ കഥയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരു മിഠായി രൂപത്തിൽ ചിന്നുവിനെ ലഹരി തേടിയെത്തി. അല്ല, ആ മിഠായി കൊണ്ട് വന്നിട്ടില്ലേ? ആ പിന്നെന്താ? ഇങ്ങനെ നേരം വൈകരുത്, ഒട്ടും പറ്റണില്ല. തലക്കാതിൽ വെട്ടി പൊളിഞ്ഞ പോലെ, ശരിക്കും മരിക്കണ പോലെ തോന്നി. ഇങ്ങനെ നേരം വൈകരുത്. മോളും അമ്മയുടെ കയ്യിൽ ഒട്ടും പൈസ ഇല്ല. മോളുടെ കയ്യിൽ പൈസ ഇരിപ്പുണ്ടാവും. അയ്യോ, എന്റെ വീട്ടിൽ എല്ലാ പൈസ നിങ്ങൾക്ക് തന്നു. ആ അവിടെ ഒരു മാലുണ്ട്, അതരാം. അങ്ങളെ, ആകെ കൂടി എന്റെ ഇതുള്ളൂ. ഇത് വെച്ചതിലേക്ക് കുറേ മിഠായി വാങ്ങിയറിയാം. അങ്ങളെ, ഇനി മറക്കരുത്. ആ ശരി മോള്. പക്ഷെ മോളങ്ങനെ പൂട്ടിയിട്ടത് കഷ്ടായിട്ടാ. അത് സാരില്ല അങ്ങളെ, അതിന്റെ സേഫ്റ്റിക്ക് വേണ്ടിട്ടല്ലേ. അച്ഛനമ്മ വരാൻ 3-4 ദിവസം എടുക്കല്ലേ. ആ ശരി അങ്ങളെ, മറക്കല്ലേ. 2 ദിവസം കഴിഞ്ഞു. അവൾ എന്താവും ഫോൺ എടുക്കാത്തെ? നീ വെപ്രാളപ്പെടായിരിക്കും ആളു. അവൾ അവിടെ നിന്ന് പഠിക്കാവില്ലേ? എന്നാലും അവൾക്കൊന്ന് ഫോൺ എടുത്തോടെ. വലിച്ചു മാറിയിട്ടാണ്. എനിക്ക് പറ്റണില്ല അമ്മ. വേലക്കാതെ തോവണ പോലെ. അമ്മ, എനിക്ക് മിഠായി കൊണ്ടുപോവാ അമ്മ. അമ്മ, അങ്ങനെ കൊണ്ടുപോവാ അമ്മ. അമ്മയ്ക്ക് പറ്റണില്ല. എന്തൊക്കെ ഇവിടെ? ചിന്നു, എനിക്ക് മിഠായി കൊണ്ടുപോവാ. എനിക്ക് പറ്റണില്ല. എനിക്ക് മിഠായി കൊണ്ടുപോവാ. അമ്മ, എനിക്ക് പറ്റണില്ല അമ്മ. മേലക്കാക്ക് പേരെടുക്ക. അയ്യോ, ശ്വാസം മുട്ടമ്മ. അമ്മ, എനിക്ക് കൊണ്ടുപോവാ. ഒന്നും പറ്റില്ലല്ലോ. എനിക്ക് മിഠായി കൊണ്ടിരുന്നു. അയ്യോ മോള്, വേണ്ട മോള്. മോള് എടുക്കല്ല മോള്. നിങ്ങള് എനിക്ക് മിഠായി കൊണ്ടില്ലല്ലോ. ഒരു രാജ്യമാർക്ക് പറഞ്ഞേ നിങ്ങളെ തളിച്ചതച്ചു. ആ വിഷമം നിങ്ങളായിരിക്കും അനുഭവിക്കണം. നിങ്ങൾ എനിക്ക് മര്യാദയ്ക്ക് മിഠായി. മോളു, അമ്മ മിഠായി കൊണ്ടുവരാം. മോളു, അമ്മ പറയണ കേക്ക്. ഇല്ല, നിങ്ങൾ ചതിക്കണ ആൾക്കാരാണ്. നിങ്ങളെ എപ്പാക്കാൻ ചതിക്കൂ. രാജ്യമാർക്കവനെ എനിക്ക് എപ്പോഴും ഓർക്കാൻ വയ്യ. പറ്റില്ല. എനിക്ക് ഇപ്പൊ തന്നെ അങ്കളെ കൊണ്ടുപോവാ. അങ്കളി ഇന്ന് വരാന്ന് പറഞ്ഞതാ. മോളു, അയ്യോ എന്റെ ചെന്നു. അച്ഛ കരയല്ല. അച്ഛ കരയല്ല. അച്ഛ. അധികം ഡോസ് ചെല്ലാത്തിനാലും ആദ്യമായിട്ടാലും ചിന്നുവിനെ വേഗം സുഖപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ കണ്ടില്ലേ ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ അടുത്തേക്ക് ലഹരി എത്തുക എന്ന്. അതുകൊണ്ട് എല്ലാവരും കണ്ണു തുറന്ന് നല്ല ശ്രദ്ധയോടെ ഇരിക്കുക. അതാണ് എനിക്ക് തരാനുള്ള സന്ദേശം. നന്ദി.